ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ബ്രെഡ് ഉപയോഗിച്ചാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഹാർഡായിട്ടിരിക്കുന്ന ആ ഒരു ബ്രെഡാണ്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ബ്രെഡ് വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷേ പൊതുവെ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ബ്രെഡ് നമുക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. ആ ഒരു ബ്രെഡ് ഉപയോഗിച്ചാണ് ഇത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. 8 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അരികുകളൊക്കെ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം മിക്സറിൻ്റെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുഴച്ചെടുക്കാനാണ് പോകുന്നത്. അത് പാലിലാണ് കുഴച്ചെടുക്കുന്നത്. കുറച്ച് കുറച്ചായിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. അരക്കപ്പ് പാൽ എടുത്തിട്ടുണ്ടെങ്കിലും അരക്കപ്പൊന്നും ആവശ്യമായിട്ട് വരില്ല. ഏകദേശം 4 ടേബിൾ സ്പൂണോളൊക്കെ പാല് മാത്രമേ എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് പാല് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് ഒന്ന് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇതുപോലെ ഒന്ന് കൂട്ട് റെഡിയായി വന്നതിന് ശേഷം ഒരു 1-2 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ നീഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഇത് പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇത് തയ്യാറാക്കാനായിട്ട് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളൊക്കെ പാല് മാത്രമേ എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഉരുട്ടിയെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉരുട്ടി ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അത് ഇഷ്ടമുള്ള ഏത് ഷേപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഞാൻ എല്ലാം തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിനായിട്ട് കുറച്ച് ഓയിൽ നേരത്തെ തന്നെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. ഓയിൽ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലേക്ക് ആക്കാൻ വേണ്ടി മറക്കരുത്. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം ഇത് തിരിച്ച് മറിച്ചാക്കിയിട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നോക്കിയത് പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതിനായിട്ടുള്ള ഷുഗർ സിറപ്പാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. അതിനായിട്ട് 1/4 കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. കൂടെ തന്നെ 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് പഞ്ചസാര പാനിയാക്കി എടുക്കാം. പഞ്ചസാരയൊക്കെ ഇപ്പം നന്നായിട്ട് അലിഞ്ഞു ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏലക്കയാണ് ചേർക്കുന്നത്. 3 ഏലക്ക ഒന്ന് ചെറുതായിട്ട് തൊണ്ട് പൊട്ടിച്ചിട്ട് ഞാൻ മുഴുവനായിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏലക്ക പൊടി വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇനി ഈ ഒരു പഞ്ചസാര പാനി ഒരു 4 മിനിറ്റ് നേരത്തോളൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കുക. നൂൽപ്പരമൊന്നും ആക്കേണ്ട ആവശ്യമില്ല, പക്ഷെ തൊട്ട് നോക്കുമ്പോൾ ആ ഒരു എണ്ണയൊക്കെ തൊടുന്ന ആ ഒരു ഫീല് വരണം. ആ ഒരു സമയം വരെയാണ് ഇത് ചൂടാക്കേണ്ടത്. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കാം. ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുമ്പോൾ പഞ്ചസാര പിന്നെ ക്രിസ്റ്റലൈസ് ആകില്ല. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ബോൾസ് മുഴുവനായിട്ടും തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ 1 മിനിറ്റ് ഞാനിവിടെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഈ ഒരു ചൂടിൽ തന്നെ ഇതവിടെ കിടക്കട്ടെ. ഇതിൻ്റെ ചൂടൊക്കെ ആറി വന്ന് ഏകദേശം ഒരു 1 മണിക്കൂർ നേരത്തേക്കാണ് ഞാനിവിടെ റെസ്റ്റ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് തന്നെ അതൊന്ന് വികസിച്ച് വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നല്ല ജ്യൂസി ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ ആ ഒരു പഞ്ചസാര പാനിയിൽ നന്നായിട്ട് സോക്ക് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ബ്രെഡ് ഉപയോഗിച്ചിട്ടുള്ള ഗുലാബ് ജാമുനാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ബാക്കിയായിട്ടുള്ള ബ്രെഡൊക്കെ കളയാതെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കൂ. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്.